അങ്ങനെ ഇന്ന് വന്നപ്പോഴാണ് ശംഖുപുഷ്പം കണ്ടത്. ലേശം തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉഷാറായിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു. ഇതാണ് ശംഖുപുഷ്പം എന്ന് പറഞ്ഞത്, കണ്ടോ? ഇതാണ് സാധനം ശംഖുപുഷ്പം. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, കുടിക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പൂ പറിക്കട്ടെ, അതിന് ശേഷം കാണാം. വെള്ള ശംഖുപുഷ്പമുണ്ട്, അത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടുകണമെന്ന് എനിക്കറിയില്ല. അതാ വെള്ള വൈറ്റ് ശംഖുപുഷ്പം, ഇതിപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വയലറ്റ് ആയിരുന്നു ആദ്യം കണ്ടിരുന്നത്. അപ്പോൾ രണ്ടും ഞാൻ ശേഖരിക്കുന്നുണ്ട്. കിട്ടിയിട്ടുള്ളത് ഇത്രയും ശംഖുപുഷ്പം, അത് ഈ 2 എണ്ണം മാത്രമേ വെള്ള കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വെള്ള ശംഖുപുഷ്പം വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു പുഷ്പമാണ്. പക്ഷേ ബ്ലൂ കളറാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വെള്ളം കാച്ചാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഇത് ഉണക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വെച്ചിട്ടാണ്. കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇത് 2-3 പ്രാവശ്യം കഴുകണം കേട്ടോ. കഴുകിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കളർ വ്യത്യാസപ്പെടുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. കളർ വ്യത്യാസം വരൽ തുടങ്ങി. ഇളക്കുമ്പോൾ തന്നെ കണ്ടോ, അതിൻ്റെ കളർ നന്നായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ മിശ്രിതം കണ്ടോ. ഇതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ, ഈ കളറ് വരും. ഇതിൽ നമ്മൾ ലെമൺ എങ്ങാനും ഒറ്റിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കളറാണ് വരും കേട്ടോ. നമ്മൾ ലെമൺ ഒറ്റിച്ചെടുക്കുക, ലെമൺ ഒറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് എങ്ങനെ ഉണ്ടാവും നോക്കി. കണ്ടോ, ഇതൊരു പ്രത്യേക കളറാവുന്നുണ്ട് കേട്ടോ. പ്യൂർ വയലറ്റ് കളറാണ് പ്യൂറായിട്ട് വരുന്നത്. കണ്ടോ, ഇത് നല്ലൊരു ആരോഗ്യ ഗുണമുള്ളൊരു സാധനമാണ്. നല്ലൊരു ഔഷധമാണ്. കറക്റ്റ് ശംഖുപുഷ്പത്തിൻ്റെ കളറാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്.